ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി 12:30-ക്കാണ്. എനിക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്യാതെ കിടന്നുറങ്ങാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ജിയാനയെ പറ്റി കേട്ടിരുന്നു? മലയാളിയായിട്ടുള്ള ജിറ്റോയുടെ മകളാണ് ജിയാന. ജിറ്റോ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, ജിയാന ബാംഗ്ലൂരാണ് പഠിച്ചിരുന്നത്. ജനുവരി 22 ജിയാന സ്കൂളിലേക്ക് പോയി. തുടർന്ന് സ്കൂളിൽ നിന്നും ജിയാനയുടെ മാതാപിതാക്കൾക്ക് ഒരു കോൾ ലഭിച്ചു. ആ കോളിൽ സ്കൂളിലെ അധികൃതർ പറഞ്ഞു, ജിയാന സ്കൂളിൽ വെച്ച് തല ഭിത്തിയിലിടിച്ച് വീണു, ജിയാന ശ്രദ്ധിക്കുന്നുണ്ട്, എത്രയും വേഗം നിങ്ങൾ സ്കൂളിലേക്ക് വരിക എന്ന്. തുടർന്ന് ഈ ജിയാനയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. തുടർന്ന് ഡോക്ടർമാർ പറഞ്ഞു ജിയാനയ്ക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ട്, ഇത് കൂടാതെ തന്നെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഒടിവുകളും ചതവുകളും ഒക്കെ ഉണ്ടെന്ന്. അതോടൊപ്പം തന്നെ ഡോക്ടർമാർ പറഞ്ഞു 20 അടി ഉയരത്തിൽ നിന്നെങ്കിലും താഴോട്ട് വീഴാതെ ഇത്തരത്തിലുള്ള പരിക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്ന്. തുടർന്ന് മാതാപിതാക്കൾ കേസ് കൊടുത്തു. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. പ്രിൻസിപ്പൽ ഒളിവിൽ പോയി. എന്നാൽ പിന്നീട് പോലീസ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ആ ദിവസം തന്നെ ഈ പറയുന്ന പ്രിൻസിപ്പലിന് ജാമ്യം കിട്ടി. പിന്നീട് പോലീസ് നടത്തിയ പഠനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ജിയാന വീണത് സ്കൂളിന്റെ ടെറസിന്റെ മുകളിൽ നിന്നാണ്. അപ്പോ ഈ ജിയാനയുടെ പിതാവ് ജിറ്റോ അടക്കമുള്ളവർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ജിയാനയ്ക്ക് ഹൈറ്റ് പേടിയാണ്, ജിയാന ഒരിക്കലും ടെറസിന്റെ മുകളിലേക്ക് ഒറ്റയ്ക്ക് പോകില്ല എന്ന്. അപ്പോ ജിയാന എങ്ങനെ ടെറസിന്റെ മുകളിലേക്ക് പോയി, ജിയാന എങ്ങനെ ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്നു? ജിയാനയ്ക്ക് നീതി വേണം.